ഹായ് ഫ്രണ്ട്സ്, ടൂറോട്ട് പോവാം. ജങ്കുക്കുന്ന് സ്റ്റോറി. അതായത് ഹീറോയിൻ്റെ ചേട്ടനായിരുന്നു. അവിടുന്ന് അവർക്ക് നാട് ചുറ്റി കൊടുത്തു. കമ്പനി ജോലി ചെയ്യുന്നതാണ്. അവർ കമ്പനി കമ്പനി പേപ്പർ കമ്പനി ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഹീറോയിൻ്റെ ചേട്ടൻ. സർ, നിങ്ങൾക്ക് കറങ്ങാൻ ഇവിടെ പ്ലേസിൽ ഞാൻ കാട്ടിത്തരാം അങ്ങനെ പറഞ്ഞു. ജങ്കുക്ക് ഭയങ്കര ഹാപ്പിയാണ്. ജങ്കുക്ക് ബേബി കറങ്ങാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ജങ്കുക്കും കൂടെ വരാറ്. ജങ്കുക്കിനോട് പറയാൻ തുടങ്ങി. സർ, ജങ്കുക്ക് പറഞ്ഞു. ബാക്കി മെമ്പേഴ്സ് വെച്ചിട്ട് ഇല്ലടാ, ഞങ്ങൾക്ക് ടയർഡാണ്, നിങ്ങൾ പോയിട്ട് വന്നു. ജങ്കുക്ക് കറങ്ങി കാട്ടാൻ തുടങ്ങി. സർ, ഇതെല്ലാം പ്ലേസെല്ലാം കാട്ടിയായിരുന്നു. എന്നിട്ട് ഡാഡി എനിക്ക് ഐസ്ക്രീം വേണം എന്ന് ജങ്കുക്ക് ബേബി കേട്ടു. സർ, നിങ്ങൾ ഇവിടെ നിന്ന് സർ, ഞാൻ ഐസ്ക്രീം. ജങ്കുക്ക് ബേബി പറയാൻ തുടങ്ങി. ഞാനും കൂടെ വരാം. ജങ്കുക്ക് പറഞ്ഞു. സാറില്ല, ഞാനും കൂടെ വരാമെന്ന്. സർ, നിങ്ങൾ കണ്ടുപിടിക്കില്ലേ? ഓക്കെ, ഞാൻ പറയാം. ജങ്കുക്ക് സർ, നിങ്ങൾ ഇരുന്നു, ഞാൻ ബേബിനെ പോയിട്ട് വരാം. ഒരു നിപ്പിച്ചു ജങ്കുക്ക് സ്മരിച്ചത്. അതിനായിട്ട് ജങ്കുക്ക് ബേബി കൂടെ വന്നിരുന്നു. അങ്ങനെ കൂടെ കൈ പിടിച്ച് ജങ്കുക്കിന് ബേബിനെ കൊണ്ടുപോയി. ഐസ്ക്രീം, ഏത് ഐസ്ക്രീം വേണം നമുക്ക്? എവിടെ എന്താ ഐസ്ക്രീം ഉണ്ട്? ജങ്കുക്ക് കൊടുത്തു. ജങ്കുക്ക് ബേബിക്ക് ഐസ്ക്രീം വാങ്ങിയിട്ടെടുത്തു. എന്നിട്ട് നോക്കുമ്പോൾ എടാ എന്താടാ നീ ചെയ്തത് അങ്ങനെ പറഞ്ഞ ഹീറോ ഇത് കണ്ട് ഷോക്ക്. ഇതിൻ്റെ അനിയത്തെ സൗണ്ടല്ലേ എൻ്റെ ഹീറോൻ്റെ ചേട്ട നിർന്നേക്കുക. ഒരു ചെക്കൻ പ്രപ്പോസ് ചെയ്തിരുന്നു. അവൻ്റെ മൂക്കിനടിക്കാൻ. എടാ, എൻ്റെ ഞാൻ വട്ടം പറഞ്ഞിട്ടുണ്ടോ, മേല എനിക്ക് ഇത് എത്രാമത്തെ പ്രപ്പോസ്? 12ാമത്തെ പ്രപ്പോസ്. ഇത് ബേബിക്കലെ കാണാമായിരുന്നു. ജങ്കുക്ക് ഹീറോയുടെ ചേട്ടൻ ഓടി വന്നു. എന്താണ് ഇരിക്കുക അടുത്തുനിന്ന്? ചേട്ടാ നീ റോസി എന്താ ഇവിടെ നടന്ന്? സർ, ചേട്ടാ ഇവന് 12 ഇവൾക്ക് പ്രപ്പോസ് ചെയ്ത് ഇവളെ വീണ്ടും ടോർച്ചർ ചെയ്യുക. അതുകൊണ്ട് ഇവന് മേൽക്കിരിക്കുക. ജങ്കുക്കും യഥാർത്ഥം നോക്കിയായിരുന്നു. ജങ്കുക്ക് നോക്കിയായിരുന്നു. വയക്കെട്ട് ജങ്കുക്ക് ആയിരുന്നു. കുറച്ചുകൊണ്ട് വരാൻ തുടങ്ങി. ചേട്ടാ പറഞ്ഞു. വാ റോസി, നീ ശരി, ഞാൻ കൊണ്ടുപോകാം. ബാഗ് ഇവിടെ എന്നാ ചേട്ടാ മറച്ച് ഹീറോയിനെ വിളിച്ചോണ്ട് വരുന്ന കണ്ട് ജങ്കുക്ക് നോക്കാൻ തുടങ്ങി. ആരാ ഇവൾ? ജങ്കുക്ക് ചേട്ടാ പറഞ്ഞിട്ട് പറഞ്ഞു. മുറച്ച് ജങ്കസ് അമ്മ എതിരിരുന്നു. ശരി ചേട്ടാ, ആയിരുന്നു. ജങ്കുക്ക് ബേബി നോക്ക് അവിടെ ചേട്ടാ എനിക്ക് 12 ഒരു പ്രപ്പോസ് ചെയ്തിട്ടാ. എനിക്കൊന്നും ഇഷ്ടമല്ല. എൻ്റെ ടൈപ്പ് അടൽ ടൈപ്പ് എങ്ങനെ വേണം ചേട്ടൻ അറിയില്ലേ? അറിയുമ ടെൻഷനാണ് ഓവർ വരണ്ട. ശരി ചേട്ടാ, ശരി ഓക്കെ. ചേട്ടൻ കൺഫ്യൂസായി. എന്താ ഇവിടെ നിൽക്കുന്നത്? അടൽ ടൈപ്പ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒന്നും മനസ്സിലല്ല. അടൽ പറയാം എന്താ പറയുക അങ്ങനെയായിട്ട് വീട്ടിൽ കൊണ്ട് സർ കാരണം പേച്ച് ചേട്ടാ ഒരു മിനിറ്റ് ഫോൺ ചേട്ടാ ഒറ്റ കാറിനിപ്പിക്കൂടെ. അങ്ങനെ ഹീറോ കാറിന് ഇറങ്ങി. സാർ ജങ്കുക്കേട്ട് ആരത്? അതെൻ്റെ അനിയത്തി സാറ്. എന്താ പ്രശ്നം? അടൽ പറഞ്ഞ അടൽ ഫാൻ ഗേൾ അല്ല സാർ, അങ്ങനെ പറഞ്ഞതല്ല. അവൾക്ക് 12 പ്രപ്പോസ് ചെയ്തു സാർ. അവൾ റിജക്റ്റ് ചെയ്തു. അവൾക്ക് ഇഷ്ടമല്ല സാർ. അതുമാത്രമല്ല അവളുടെ ടൈപ്പ് അവൾ ആഗ്രഹിക്കുന്ന മതി അവനില്ല. അവളുടെ പ്ലേ ബോയ് ആണ് സാർ. അവൾക്ക് ഇഷ്ടമല്ല. ഓ അങ്ങനെയാണോ? അങ്ങനെ ഇറങ്ങി. ചേട്ടാ ജ്യൂസ് കഴിച്ചു ചേട്ടാ. ഞാൻ ബേബി ഇവിടെ ഹീറോ തിരിഞ്ഞു നോക്കി. ബേബി ജ്യൂസ് താങ്ക് യു. ഹീറോയ്ക്ക് ബേബി മാസ്ക് ഒന്നും വീട് നോക്കില്ല. മാസ്ക് ഇട്ട് തിരിഞ്ഞ് ആരാ ചേട്ടത്? അതല്ല ബോസ്, കമ്പനി ഏതോ ഒരു അയാൾസ് പറഞ്ഞാൽ. ഓ അങ്ങനെയാണോ? ചേട്ടാ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ വീട്ടിൽ? ഹീറോ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ വീട്ടിലൊക്കെ വന്നു. അടുത്ത് ഇറങ്ങി വന്നു. പിന്നെ ഒരു ക്യാറ്റ് വന്നു. ക്യൂട്ടായിട്ടുണ്ടായ ക്യാറ്റ് വന്ന് കാറിലിറങ്ങി ഒരു ജങ്കുക്ക് ഷോക്കായി. എന്താട്ടോ നടക്കുന്നത്? എൻ്റെ ക്യാറ്റ്, എൻ്റെ മ്യൂ കണ്ടിട്ട് നീ വന്നു ചക്കരി മുത്തേ, നിനക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുത്തിട്ടുണ്ട്, എന്നാ വാ പോവാ എന്നോട്. ജങ്കുക്ക് ഷോക്കായി. ഇതെന്താ? ഇല്ല സർ, ഇത് അവളെ ക്യാറ്റ്, അവൾക്ക് ഇഷ്ടപ്പെട്ട ക്യാറ്റ് ഇവളാണ് സർ. ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് സർ. ജങ്കുക്ക് ഫ്ലാഷ് ബാക്കാ? എന്താ ഫ്ലാഷ് ബാക്ക്? ഞാൻ പറ സർ, ഇവൾ നടന്നു പോയിരുന്നു. അപ്പോൾ ഒരു കുട്ടി ബോക്സിൽ ഒരു ക്യാറ്റ് ഇവളിലേക്ക് വരുമ്പോൾ കോളേജ് ഫസ്റ്റ് സ്കൂൾ 12 പഠിക്കുന്നത്. അപ്പോഴാണ് കുട്ടി കണ്ടത്. ഇത് കണ്ട് ഒക്കെ സാഡായി. അതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റും കോളേജിലാണ്. അതുകൊണ്ട് നമുക്ക് സാഡായി സർ. സാഡായിക്കൊണ്ട് ഈ ക്യാറ്റിനടുത്തോളം ഇപ്പോൾ ഇവൾ വളർത്താൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് മ്യൂക്കു ഇവർക്ക് സർ, ഈ മ്യൂക്കു ഇവൾക്ക് ഭയങ്കര ഒത്തുപോകും. ഇവൾ ഫുഡ് കൊടുത്താൽ മാത്രം കൂടുതൽ കഴിക്കും. അത് മാത്രമല്ല കുറച്ച് ഇവളെ സ്കൂൾക്കും ഇവളെ കൂടെ പോവാം. ടീച്ചർ എത്ര പറഞ്ഞു കിട്ടും കേൾക്കില്ല ഇവളെ കൂടെ.
കോളേജ് അതുകൊണ്ട് മ്യൂ എന്നോട് പറഞ്ഞിട്ട് വിട്ടതാകൾ എൻ്റെ കൂടെ കോളേജിലേക്ക് വരണ്ട, കോളേജ് വന്നാൽ എല്ലാവരും എനിക്ക് കളിയാക്കുമെന്ന്. അതുമാതിരി മ്യൂ പറഞ്ഞു അനുസരിക്കും. അത് മാത്രമല്ല സാർ, മ്യൂക്ക് ഇവളെന്ന് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെയാണ്. ഗേള പോയാ? ആ സർ, ക്യാറ്റും ഗേള പോയാ? ബോയ് സർ. ഓ അങ്ങനെയാണ്. അതെ സർ എന്ന് പറഞ്ഞ് സംസാരിച്ചായിരുന്നു. അങ്ങനെ ജങ്കുക്ക് ഡെവലപ്പ് ചെയ്തു. താങ്ക്സ് സർ. നിങ്ങളെ ഒരു എൻ്റെ കൂടെ ഇത്ര സംസാരിച്ചു സാർ, എനിക്ക് ഭയങ്കര ഹാപ്പിയുണ്ട് സാർ എന്ന് ജങ്കുക്ക് പറഞ്ഞു. താങ്ക്സ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി. നല്ല മനുഷ്യനാണ് അങ്ങനെ പറഞ്ഞു. കുറച്ച് ഡേയ്സ് പോകുമ്പോൾ ഇങ്ങനെ അവർ കുറച്ച് ഇതാക്കും. നമ്മൾ ആർമീസ് കണ്ടുപിടിച്ച് എവിടേക്ക് വരാൻ തുടങ്ങി. ജങ്കുക്ക് ഇപ്പോൾ ടെൻഷനായി. ഇപ്പോൾ എന്ത് ചെയ്യാം? ഇത് ഹീറോയിൻ്റെ ചേട്ടനെ പറഞ്ഞു. ചേട്ടാ അച്ഛാ ഇവിടെ പ്രശ്നവും നടക്കുന്നു. ഇത് ഹീറോയിൻ്റെ അച്ഛൻ എനിക്ക് കേട്ടു. ശരി ഓക്കെ, ഇവർക്ക് അവിടെ നോക്കണം. ഇപ്പം വിഷമിക്കണ്ടടാ, നമ്മളെ വീടുണ്ടല്ലോടാ, ആ വീട്ടിലൊക്കെ അവർ താമസിക്കട്ട്, പ്രശ്നമൊന്നുമില്ലടാ. ശരി ഓക്കെ ഡാഡ്, അവരോട് ചോദിച്ചു നോക്കാം. അങ്ങനെ PTS മെമ്പർ ബോസ് പറയാൻ തുടങ്ങി. PTS മെമ്പറിൻ്റെ ജോലി കൊടുക്കുന്ന അവിടുത്തെ കമ്പനി CEO, ഇന്ത്യയിലെ ബിസിനസ്മാൻ കമ്പനി കമ്പനി CEO പറയാൻ തുടങ്ങി. ഇപ്പം എന്താ സാർ, എൻ്റെ വീട്ടിൽ അങ്ങനെ ഹീറോ പറയാം, എടാ നിൻ്റെ വീട്ടിൽ താമസിക്കും സാർ, എൻ്റെ വീട്ടിൽ പ്രശ്നമില്ലല്ലേ സാർ? ശരിടാ. അങ്ങനെ PTS മെമ്പർ ചോദിച്ചു. PTS മെമ്പർ ഓക്കെ എന്നാ പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് PTS മെമ്പർ എലസിറ്റായി. അവിടെ വലിയ വീടാണ്, ഹൗസ് വലിയ വീട്. ആ വീട്ടിൽ എല്ലാവർക്കും മുകളിൽ റൂം കൊടുത്തു. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹൗസ് നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ ടെൻഷനൊക്കെ ഇവിടെ ഫുഡല്ലേ കിട്ടുമെന്ന് പറഞ്ഞു. ഹീറോയി കോളേജിൽ പോയിരുന്നു. എല്ലാവരും വന്ന് PTS മെമ്പർ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അങ്ങനെയായിട്ട് എല്ലാവരും സന്തോഷത്തിലുണ്ടായിരുന്നു. അത് മുതൽ നിങ്ങൾ ടെൻഷൻ ആണ്ട. ഹീറോയിൻ്റെ ചേട്ടന്മാർ രണ്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സായിരുന്നു. റോസിൻ്റെ ചേട്ടൻ പ്രിയാൻ്റെ ചേട്ടൻ ഓൾറെഡി ഫ്രണ്ട്സായിരുന്നു. ഹീറോയിൻ മാത്രം ഇവിടെ കോളേജിലെ ഫ്രണ്ട്സായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഇതിൻ്റെ ടെൻഷനിൽ വരാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ നടന്നു വരായിരുന്നു. ഇത് PTS മെമ്പർക്ക് ഒച്ച കേട്ട് സൗണ്ട്, സൈനിൻ്റെ സൗണ്ട് കേട്ട് ഹീറോയിൻ ജോലിയായിട്ട് ഓടി വരാൻ തുടങ്ങി. ഇത് കണ്ട് തുള്ളരുത് മുത്തശ്ശി ഉണ്ടായിരുന്നു.